ഹായ് ഫ്രണ്ട്സ്, ഈ കൊറോണ എന്ന രോഗം ലോകത്തിൽ നടുക്കിക്കൊണ്ടിരിക്കുകയാണ്. ലോകത്തിൽ പല മാറ്റങ്ങളൊന്ന് വന്നിരിക്കുകയാണ്. അത്തരത്തിലുള്ള ഒരു മാറ്റം തന്നെയാണ് ഇന്ന് നമ്മുടെ കൊച്ചുമക്കളും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം അവരുടെ മനസ്സിൻ്റെ വിങ്ങലുകളും തേങ്ങലുകളും മനസ്സിലാക്കാനായിട്ട് മാതാപിതാക്കൾ ശ്രമിക്കുന്നുണ്ടോ? ഈ ഇടയായിട്ടൊരു സ്നേഹാക്ഷരങ്ങൾ എന്നൊരു വീഡിയോ ഞാൻ കണ്ടു. അതെൻ്റെ ഫ്രണ്ട്, നിങ്ങളൊക്കെ അറിയുന്നൊരു ഫ്രാൻസിസ് അസീസി എനിക്ക് അയച്ചു തന്നതാണ്. വളരെ രസകരമായിട്ടാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. ആ ഒരു കൊച്ചു മകൻ, ഇളയ മകൻ സ്കൂളിൽ നിന്ന് വരികയാണ്. എനിക്ക് സ്കൂളില്ല, എനിക്ക് ക്ലാസ്സില്ല എന്നൊക്കെ പറഞ്ഞ് വളരെ സങ്കടകരമായിട്ട് അപ്പച്ചൻ്റെ അടുത്ത് ഓടി വരുമ്പോൾ വിങ്ങി അവൻ കരയാണ്. ആ സമയത്ത് അപ്പച്ചൻ അവനെ മാറോട് ചേർത്ത് പിടിച്ച് ആ ലോക്ക്ഡൗൺ കാലത്ത് കുട്ടിയെ ബോറടിപ്പിക്കാതെ ആ അപ്പച്ചൻ എത്ര രസകരമായിട്ടാണ് ആ മക്കളെ കൈകാര്യം ചെയ്തത്. വളരെയധികം ചിന്തിക്കേണ്ട ഒരു വീഡിയോ ആയിരുന്നു അത്. നമ്മുടെ കുട്ടികളുടെ വിദ്യാഭ്യാസ കാലഘട്ടം എന്ന് പറഞ്ഞാൽ അവർക്കത് വലിയ സന്തോഷം നൽകുന്നതാണ്. പുതിയ ഉടുപ്പ്, പുതിയ കുട, പുത്തൻ പുതിയ ബോക്സ് ഇതെല്ലാമായി അവർ സ്കൂളിൽ പോകേണ്ട സ്ഥാനത്ത് ഇന്നവർ എത്ര നാളായി പൂട്ടപ്പെട്ട അവസ്ഥയിൽ. അവർക്ക് ആശിക്കാൻ തന്നെ ഒന്നുമില്ല. സ്കൂൾ അടച്ചിട്ടിരിക്കുന്നു. അവരുടെ കൂട്ടുകാരെ കാണാനോ കൊച്ചു കൊച്ചു ആഗ്രഹങ്ങളും സന്തോഷങ്ങളും പങ്കുവെക്കാനോ ഓടിക്കളിക്കാനോ ചാടി ഓടിക്കളിക്കാനോ ബസ്സിലൊന്ന് യാത്ര ചെയ്യാനോ അവർക്ക് അവസരമില്ല. ഒന്ന് തുള്ളിച്ചാടി കളിക്കാൻ പോലും പറ്റാതെ ഒന്നിനും പറ്റാതിരിക്കുകയാണ്. സ്കൂൾ തുറക്കുമ്പോൾ സമയമായപ്പോൾ തുന്നി വച്ചിരിക്കുന്ന യൂണിഫോം പോലും ഒന്ന് ഇടാൻ പറ്റാതെ എത്ര നാളിങ്ങനെ ഇരിക്കും? നെടിവീർപ്പെട്ട് പലരും ചോദിക്കുന്നൊരു ചോദ്യമാണ്, ഇനി എന്നേക്കാണ് കോവിഡ് കഴിയുക എന്ന്. അവരുടെ വിഷമം ആരും അറിയുന്നില്ല. ഈ സമയങ്ങളിൽ അവരനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ മാതാപിതാക്കൾ മനസ്സിലാക്കേണ്ടതാണ്. അവരുടെ കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ മാതാപിതാക്കൾ വേണം അവർക്ക് നൽകുവാൻ. അവരുടെ കൂട്ടുകാരെ അവർക്ക് കാണാൻ പറ്റാത്ത അവസ്ഥയിൽ, പുറത്തേക്കൊന്നും ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയിൽ കൂട്ടുകാരുടെ സ്ഥാനത്ത് മാതാപിതാക്കൾക്ക് നിൽക്കാൻ പറ്റിയാൽ നല്ലതാണ്. അതായത് അല്പം കളിക്കാനും അവരുടെ കൂടെ ഒപ്പം പഠിക്കാനും അവരുടെ ഒപ്പം സന്തോഷിക്കുവാനും മാതാപിതാക്കൾ ശ്രദ്ധാലുവായിരിക്കുന്നത് വളരെ വളരെ നല്ലതാണ്. ഈ ഓൺലൈൻ ക്ലാസ് എന്ന് പറഞ്ഞാൽ അത്ര രസമുള്ള കാര്യമൊന്നുമല്ല കേട്ടോ. എനിക്കറിയാം, മണ്ണുത്തി ഡോൺ ബോസ്കോയിലെ ഫ്രാൻസിസ് മാസ്റ്റർ പറഞ്ഞ പോലെ ഒരു വീഡിയോയിൽ ഞാൻ കേട്ടതാണ്. ഇതിന് അഭിപ്രായം പറഞ്ഞൊരു വീഡിയോയിൽ മാതാപിതാക്കൾ അവരുടെ കുട്ടികളോടുള്ള മനോഭാവത്തിൽ മാറ്റം വരുത്തണമെന്നാണ് സാറ് പറഞ്ഞത്. അവർ വീട്ടിലെ സൗകര്യങ്ങൾ വെച്ച് അവരോടൊപ്പം സന്തോഷിക്കാനും കളിക്കാനും തയ്യാറാകണം. എനിക്ക് തോന്നുന്നത് ഇന്നും പല മാതാപിതാക്കളും അതിന് തയ്യാറുണ്ടോ എന്നതാണ്. എനിക്കറിയില്ല കേട്ടോ. ഓൺലൈൻ ക്ലാസ് എന്ന് പറഞ്ഞാൽ ഇന്ന് പലർക്കും അത് വലിയ എന്തൊക്കെ നടക്കുന്ന പോലെയാണ്. അതിലൂടെ നമ്മുടെ കുഞ്ഞുങ്ങൾ പലപ്പോഴും തളർന്നു പോകുന്നുണ്ട് കേട്ടോ. അതാരും മനസ്സിലാക്കുന്നില്ല. ആ സ്നേഹാക്ഷരങ്ങൾ വീഡിയോ കിട്ടിയാൽ ഒന്ന് കാണുമ്പോൾ നല്ലായിരിക്കും. ആ അപ്പച്ചൻ ആ മകന് കൊടുക്കുന്ന ആ ഒരു സ്നേഹം അത് നല്ല ഫീലിങ്സ് തരുന്ന ഒരു അനുഭവമാണ്. അദ്ദേഹം അതിൽ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. സ്നേഹമുള്ള കൂട്ടുകാരെ, പേരമുള്ള പേരൻസേ, നമ്മളെ മക്കളോടൊപ്പം നമ്മളൊന്ന് ഇറങ്ങണം. അതാണ് ഏറ്റവും വലിയൊരു കാര്യം. മക്കൾ വിങ്ങിപ്പൊട്ടുന്നത് നമ്മൾ അനുഭവിച്ചറിയണം. അതായത് എല്ലാ അപ്പച്ചന്മാർക്കും അതിന് കഴിയുമോ എന്നെനിക്കറിയില്ല. നമ്മൾ ആ അപ്പച്ചൻ അഭിനയിച്ച പോലെ നമ്മൾ നമ്മുടെ കുട്ടികളുടെ കൂടെ ഒന്ന് കളിക്കുക, ഒന്ന് സന്തോഷിക്കുക. അതായത് ആ അഭിനയം സൂപ്പറായിട്ടുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് യഥാർത്ഥത്തിൽ അത് ജീവിച്ചുകൂടെ? ഉള്ളിൽ സ്നേഹത്തിൻ്റെ താരാട്ടുപാട്ടുകൾ സൂക്ഷിക്കുന്ന അമ്മമാരെ, നിങ്ങൾക്ക് മുമ്പിൽ ഞാനൊരു കുഞ്ഞു കാര്യം പറയാനുണ്ട്. ഉള്ളിൽ സ്നേഹത്തിൻ്റെ താരാട്ടുപാട്ടുണ്ടെങ്കിൽ അവരെ അടിച്ചമർത്തപ്പെട്ട രീതിയിൽ പഠനം നടത്തരുത്. നമ്മൾ നമ്മുടെ കുട്ടിക്കാലത്തേക്കുമ്പോൾ തിരിഞ്ഞു നോക്കിയാൽ മതി. ഇത്രയ്ക്കൊന്നും അടിച്ചമർത്തപ്പെട്ട രീതി നമുക്കുണ്ടായിരുന്നില്ല. അവരെ പഠന മേഖലയിൽ കളിയും നർമ്മവും എല്ലാം ചേർത്ത് അവരെ ചേർത്ത് പിടിക്കുക. അല്ലെങ്കിൽ അവരുടെ ബാല്യം കടന്നു പോകുന്നതോടുകൂടി അവരിൽ വാശിയും മാത്സര്യവും എല്ലാം വന്നുകൂടും. അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ ഒരു കാര്യം ഓർക്കണേ, അവരുടെ ഓർമ്മകളിൽ എന്നും ഉണ്ടായിരിക്കണം, എൻ്റെ പേരൻസ് ഏത് ബുദ്ധിമുട്ടിലും എൻ്റെ ഒപ്പം ഉണ്ടായിരുന്നു എന്ന്. അവരുടെ ഹൃദയത്തിൽ
അവരെ സ്നേഹിച്ചെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, എൻ്റെ ഹൃദയത്തിൽ അവരുണ്ട് കേട്ടോ, അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. അവർക്ക് അത് അനുഭവമാകണം കേട്ടോ. പിന്നെ മക്കൾ ഒരു കാര്യം കൂടി അറിയണം കേട്ടോ. നിങ്ങളുടെ വിനോദ മേഖലകൾ നിങ്ങൾ തന്നെ ക്രിയേറ്റ് ചെയ്യണം. ഉള്ള സ്ഥലം വെച്ച് ഓടിക്കളിക്കാനും ഷട്ടിൽ കളിക്കാനും നിങ്ങൾ ടൈം ഫിക്സ് ചെയ്യണം. അതിൽ അമ്മമാർക്ക് കളിക്കാം, മടിച്ചു നിൽക്കരുത്. ഡാഡിമാർക്കും കളിക്കാം. വയസ്സായി എന്ന് പറഞ്ഞ് പല പേരൻസും മാറി നിൽക്കുന്നുണ്ട്. മാതാപിതാക്കൾ കുട്ടികൾക്കൊരു മോട്ടിവേഷണറായിരിക്കണം. അവർക്ക് ഒഴിവ് സമയങ്ങളിൽ നല്ല ചിത്രങ്ങൾ വരയ്ക്കാനും പെയിൻറ് ചെയ്യാനും നിങ്ങളുടെ വീട്ടിലെ കബോർഡ് ഒതുക്കാനും ഒക്കെ നമ്മൾ പഠിപ്പിക്കണം. നല്ല രീതിയിൽ എക്സസൈസ് ചെയ്യാനും ഡാൻസ് ചെയ്യാനും യോഗ ചെയ്യാനും ഈ ടൈമിലൊക്കെ നമ്മൾ മക്കളെ പഠിപ്പിക്കണം. മക്കളതിന് വലിയ ഇൻട്രസ്റ്റ് കാണിക്കും വേണം. മാത്രമല്ല അത്യാവശ്യം വീട്ടുപണികൾ പഠിക്കണം. ഒരു ആൺകുട്ടിക്കും ഒരു പെൺകുട്ടിക്കും അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട ഒന്നാണ് വീട്ടുജോലികൾ. അതറിയുന്നില്ലെങ്കിൽ പലപ്പോഴും നാം ഒറ്റയ്ക്കാവുമ്പോൾ പരിഭ്രമിക്കും. അതുകൊണ്ട് നമ്മൾ അത്യാവശ്യം കാര്യങ്ങൾ മമ്മിയുടെ കൂടെ നിന്ന് പഠിക്കണം. ഇങ്ങനെയൊക്കെ ആവുമ്പോൾ ഈ കാലങ്ങൾ നമുക്ക് ആസ്വദിക്കാം, എൻജോയ് ചെയ്യാം. അതുകൊണ്ട് നമ്മുടെ ഈ ലോക്ക്ഡൗൺ കാലം വളരെ ആസ്വദിച്ച് ജീവിക്കാനായിട്ട് നമ്മുടെ പഠിപ്പിൻ്റെ മേഖലയും എല്ലാ കാര്യങ്ങളും ഒന്ന് ആസ്വദിച്ച് നമുക്ക് ചെയ്താൽ എത്ര നന്നായിരിക്കും. ഓക്കെ അല്ലേ? നിങ്ങൾക്ക് ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടമായാൽ കൂട്ടുകാർക്കും കൂടി ഷെയർ ചെയ്യാൻ മറക്കരുത് കേട്ടോ. മാത്രമല്ല ഈ വീഡിയോയ്ക്ക് കമൻ്റ് ഇടാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.